പാർട്ടി എന്തുകൊണ്ട് തോറ്റു? ഈ ചോദ്യമാണ് CPM-നെ ഇപ്പോൾ അലട്ടുന്നത്. പാർട്ടി എന്തുകൊണ്ട് തോറ്റുവെന്ന് പഠിക്കുമെന്നാണ് CPM സംസ്ഥാന സെക്രട്ടറി പറയുന്നത്. എഡിറ്റേഴ്സ് ടേക്ക് ഉന്നയിക്കുന്ന ചോദ്യം ഇതാണ്: പാർട്ടി എന്ത് പഠിക്കും? ഓരോ തിരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരുമ്പോഴും രാഷ്ട്രീയ പാർട്ടികൾ പറയുന്ന കാര്യമാണ്, എന്തുകൊണ്ട് ഈ പരാജയം സംഭവിച്ചുവെന്ന് ഞങ്ങൾ പരിശോധിക്കും, താഴെ തലം തൊട്ട് പഠിക്കും. എത്രയോ കാലമായി നമ്മളിത് കേൾക്കുന്നു. പക്ഷേ സത്യത്തിൽ ഇവർ എന്തെങ്കിലും പഠിക്കുന്നുണ്ടോ? തിരുത്തേണ്ടത് തിരുത്തുന്നുണ്ടോ? ഞങ്ങളിതാ ജനങ്ങളുടെ വിധിയെഴുത്ത് മാനിച്ച് ഇന്ന കാര്യങ്ങളിൽ മാറ്റം വരുത്തുന്നതായി ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി ജനങ്ങളോട് പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. ഇക്കാര്യത്തിൽ CPM-ൻ്റെ ട്രാക്ക് റെക്കോർഡ് കുറച്ച് വ്യത്യസ്തമാണ്. അവർ തിരഞ്ഞെടുപ്പ് പരാജയങ്ങൾ പഠിക്കാറുണ്ട്, അതിൽ നിന്നുള്ള നിഗമനങ്ങൾ തുറന്നു പറയാറുമുണ്ട്. പക്ഷേ CPM-ൻ്റെ പ്രശ്നം അവർ എന്ത് പഠിക്കണമെന്ന് തീരുമാനിക്കുന്നതോടൊപ്പം എന്ത് പഠിക്കാതിരിക്കണമെന്ന് കൂടി തീരുമാനിക്കുന്നു എന്നതാണ്. കഴിഞ്ഞ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം കഴിഞ്ഞ് സെക്രട്ടറി MV ഗോവിന്ദൻ നടത്തിയ വാർത്താ സമ്മേളനം ശ്രദ്ധിച്ചവർക്ക് അത് മനസ്സിലായിരിക്കണം. തിരഞ്ഞെടുപ്പ് തോൽവിക്ക് കാരണമായ വിഷയങ്ങൾ പരിശോധിക്കും, പഠിക്കും എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. എന്നാൽ തൊട്ടു പിന്നാലെ തന്നെ പറയുന്നുണ്ട്, ഭരണവിരുദ്ധ വികാരമില്ല. അപ്പോൾ അത് പഠിക്കേണ്ടതില്ല എന്നാണോ? തോൽവിയിൽ വെള്ളാപ്പള്ളിക്ക് പങ്കില്ല. അപ്പോൾ വെള്ളാപ്പള്ളിയെ പൊക്കി നടന്നത് പഠിക്കേണ്ട എന്നാണോ? ജമാഅത്തെ ഇസ്ലാമി വർഗീയ തീവ്രവാദ സംഘടന തന്നെയാണ്. അപ്പോൾ ആ നിലപാട് കൊണ്ടുണ്ടായ പ്രശ്നം പഠിക്കേണ്ട എന്നാണോ? അതായത് എന്തൊക്കെ പഠിക്കേണ്ട എന്ന് ആദ്യമേ പറഞ്ഞു കഴിഞ്ഞു. പരാജയത്തിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് പഠിക്കും. പക്ഷേ പരാജയത്തിൻ്റെ കാരണങ്ങൾ എന്തല്ല എന്ന് ഞങ്ങൾ ആദ്യമേ തീരുമാനിച്ചു കഴിഞ്ഞു. ഇതാണ് CPM-ൻ്റെ തിരഞ്ഞെടുപ്പ് റിവ്യൂ രീതി. അപ്പോൾ പിന്നെ എന്താണ് പരിശോധിക്കാനും പഠിക്കാനുമുള്ളത്? ഈ നിലപാടുകൾ ജനങ്ങളിലെത്തിക്കുന്നതിൽ വീഴ്ചയുണ്ടായോ? മാധ്യമങ്ങളുടെ എതിർ പ്രചാരണം നേരിടുന്നതിന് സാധിക്കാതെ പോയോ? സംഘടനാപരമായി വീഴ്ചയുണ്ടായോ? ഇതൊക്കെയാണ് പഠിക്കാൻ പോകുന്നതെന്ന് ചുരുക്കം. ബ്രാഞ്ച് തലം തൊട്ട് ഇങ്ങോട്ട് ജില്ലാ തലം വരെയും സംസ്ഥാന തലം വരെയും കുറേ ബലിയാടുകളെ കണ്ടെത്തുക എന്നത് മാത്രമായിരിക്കും ഇതിൻ്റെ ഫലം. വേണമെങ്കിൽ CPM-ൻ്റെ ഇലക്ഷൻ റിവ്യൂ ഇപ്പോൾ എഴുതി തരാം. സർക്കാരിൻ്റെ ജനക്ഷേമ പദ്ധതികളെക്കുറിച്ച് ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിൽ വീഴ്ച വന്നു, ചില പ്രദേശങ്ങളിൽ തിരഞ്ഞെടുപ്പ് പ്രവർത്തനം വേണ്ടത്ര ഫലം കണ്ടില്ല, പ്രാദേശിക പ്രശ്നങ്ങൾ ഏറ്റെടുക്കുന്നതിൽ വീഴ്ച വന്നു തുടങ്ങിയ കാര്യങ്ങളാകുമെന്ന് ഉറപ്പാണ്. അതാണ് നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ളത്. രാഷ്ട്രീയ നിലപാടുകൾ കൊണ്ടല്ല പരാജയമെന്ന് പാർട്ടി സെക്രട്ടറി ആദ്യമേ പറഞ്ഞ സാഹചര്യത്തിൽ മറ്റൊന്നും പ്രതീക്ഷിക്കാനേയില്ല. ഈ പഠനമെന്ന് പറയുന്നത് CPM അവർക്കുള്ളിൽ നടത്തുന്നതാണ്. അതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു ഗുണവും ഉണ്ടാകാൻ പോകുന്നില്ലെന്ന് എല്ലാവർക്കും അറിയാം. പകരം അവർ ചെയ്യേണ്ടത് എന്താണ്? പാർട്ടി ഇക്കാലയളവിൽ സ്വീകരിച്ച രാഷ്ട്രീയ നിലപാടുകളെക്കുറിച്ച്, അതുപോലെ ഭരണ നടപടികളെക്കുറിച്ച് സമൂഹത്തിലാണ് പഠിക്കേണ്ടത്. ജനങ്ങൾ വിധി പറഞ്ഞിരിക്കുകയാണ്. അത് കൃത്യമായി പൊളിറ്റിക്കൽ വോട്ടാണെന്ന് വ്യക്തവുമാണ്. ഈ സാഹചര്യത്തിൽ അവർ ജനങ്ങളിൽ നിന്ന് അറിയാൻ ശ്രമിക്കേണ്ടത് ഇനി ഞങ്ങൾ എന്ത് ചെയ്യണം എന്നാണ്. ഇതേ വോട്ടർമാർ അടുത്ത വർഷം മെയ്യിൽ വീണ്ടും പോളിംഗ് ബൂത്തിൽ എത്തുമ്പോഴേക്ക് ഞങ്ങൾ എങ്ങനെ മാറിയിരിക്കണം, ഞങ്ങളുടെ രാഷ്ട്രീയ നിലപാടുകൾ എങ്ങനെ മാറിയാലാണ് നിങ്ങൾ ഞങ്ങൾക്ക് വോട്ട് തരിക എന്നായിരിക്കണം CPM പഠിക്കേണ്ടത്. അത് പഠിക്കാൻ അവർ തയ്യാറാകുമോ? എങ്കിലവർ ചെയ്യേണ്ടത് ജനങ്ങളുടെ ശബ്ദം കേൾപ്പിക്കുന്ന മനുഷ്യരെ തുറന്ന മനസ്സോടെ കേൾക്കുക എന്നതാണ്. തങ്ങളെ രാഷ്ട്രീയമായി വിമർശിക്കുന്നവരെ തിരിച്ച് തെറി പറഞ്ഞു ഓടിക്കാതിരിക്കുക എന്നതാണ്. അവരിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത് മനസ്സിലാക്കി തിരുത്തുക എന്നതാണ്. ഇങ്ങനെ ചിന്തിക്കുമ്പോഴാണ് ചില കാര്യങ്ങളിൽ സമൂലമായ പരിശോധനയ്ക്ക് CPM തയ്യാറാകുമോ എന്ന് നോക്കുന്നത്. അവർ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന 2-3 കാര്യങ്ങളാണ് ഇവിടെ വിശകലനം ചെയ്യുന്നത്. ഞങ്ങൾ ഭൂരിപക്ഷ വർഗീയതയെയും ന്യൂനപക്ഷ വർഗീയതയെയും ഒരുപോലെ എതിർക്കുന്നവരാണ്. രണ്ടിനോടും വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് സ്വീകരിക്കും. ഇതാണ് വലിയ അഭിമാനത്തോടു കൂടി CPM പറയുന്ന ഒരു കാര്യം. CPI-യും ഇതേ നിലപാടിലാണ്. ഈ നിലപാട് ഇന്നത്തെ ഇന്ത്യൻ സാഹചര്യത്തിൽ ന്യൂനപക്ഷങ്ങൾ മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണ് എന്ന് ആദ്യം പരിശോധിക്കാം. ഭൂരിപക്ഷ വർഗീയതയെയും ന്യൂനപക്ഷ വർഗീയതയെയും ഒരുപോലെ എതിർക്കുക എന്നത് 1980-കളിലൊക്കെ പറയാൻ കൊള്ളാവുന്ന ഒരു നിലപാടാണ്. 92-ൽ ബാബറി മസ്ജിദ് തകർത്തതിന് ശേഷം ഈ നിലപാട് പറഞ്ഞാൽ അതിന് വേറെ ധ്വനി വരുമെന്ന് CPM മനസ്സിലാക്കിയില്ല. അതും പോട്ടെ, ഫാസിസം രാജ്യത്തെ തന്നെ വിഴുങ്ങാൻ വാ പിളർന്നു നിൽക്കുന്ന 2025-ൽ ഈ നിലപാട് പറഞ്ഞാൽ അതിന് ഒറ്റ അർത്ഥമേ ഉള്ളൂ: ഞങ്ങൾ ഭൂരിപക്ഷ വർഗീയതയെ അത്ര കാര്യമായി എടുക്കുന്നില്ല എന്നാണ് ആ അർത്ഥം.
രണ്ട് വർഗീയതകളുടെയും വക്താക്കളായി CPM കാണുന്ന സംഘടനകളെ താരതമ്യം ചെയ്താൽ ഇത് വ്യക്തമാകും. അതായത് ഒരു വശത്ത് RSS, മറുവശത്ത് ജമാഅത്തെ ഇസ്ലാമി ഹിന്ദ്. ഈ രണ്ട് സംഘടനകളും കാർബൺ കോപ്പിയാണ്, അഥവാ ജമാഅത്ത് RSSന്റെ കാർബൺ കോപ്പി തന്നെയാണ് എന്നാണ് CPMന്റെ നറേറ്റീവ്. മുഖ്യമന്ത്രി പിണറായി വിജയനും സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും സെക്രട്ടേറിയറ്റ് അംഗം M സ്വരാജുമെല്ലാം ഈ നറേറ്റീവ് ആവർത്തിക്കുകയാണ്. ഈ സമീകരണം ഇന്നത്തെ ഇന്ത്യയിൽ എത്ര വലിയ രാഷ്ട്രീയ അപകടമാണ് സൃഷ്ടിക്കുകയെന്ന് ചിന്തിക്കാത്തവരാണോ CPMകാർ എന്ന ചോദ്യം അവിടെയുണ്ട്. അത് മാറ്റി നിർത്തിയാലും ഇത് ജനങ്ങൾക്ക് ബോധ്യപ്പെടാൻ എന്ത് സാഹചര്യമാണ് ഇവിടെയുള്ളത്? നോക്കൂ, RSS എന്ന ഫാസിസ്റ്റ് സംഘടന ലോകത്തിലെ ഏറ്റവും മിലിറ്റൻ്റായ വർഗീയ സംഘടനയാണ്. 150 കോടി ജനങ്ങൾ അധിവസിക്കുന്ന രാജ്യത്തിൻ്റെ രാഷ്ട്രീയ അധികാരം കൈയാളുന്നവരാണ്. 100 വർഷത്തെ നിഗൂഢമായ വർഗീയ പ്രചാരണത്തിൻ്റെയും കുടില പ്രചാരണത്തിൻ്റെയും ചരിത്രമുള്ളവരാണ്. അതൊരു രജിസ്റ്റേർഡ് സംഘടനയല്ല. അതിൻ്റെ ഭരണഘടന ആരും കണ്ടിട്ടില്ല. അതിൻ്റെ നേതാക്കളെയും പ്രവർത്തകരെയും പൊതുപ്രവർത്തന രംഗത്ത് ആരും കാണുന്നില്ല. ഗുജറാത്ത് വംശഹത്യയടക്കം രാജ്യത്തെ ഏറ്റവും കുപ്രസിദ്ധമായ കൂട്ടക്കൊലകൾ ആസൂത്രണം ചെയ്തത് അവരാണ്. ദേശീയ അധികാരം ഉപയോഗിച്ച് മുസ്ലിങ്ങളെ ഉന്മൂലനം ചെയ്യാൻ പലവിധ മാർഗങ്ങൾ സ്വീകരിക്കുന്നവരാണ്. സാമൂഹിക ശാസ്ത്രകാരന്മാർ ഇസ്രായേലി സയനിസ്റ്റുകളുമായി മാത്രമാണ് ലോകത്ത് RSSനെ താരതമ്യം ചെയ്യാറുള്ളത്. ഇവിടെ CPM അവരുമായി താരതമ്യം ചെയ്യുന്നത് ഒരു പഞ്ചായത്തിൽ പോലും ഭരണമില്ലാത്ത ജമാഅത്തെ ഇസ്ലാമി ഹിന്ദുമായാണ്. മുസ്ലിം ജനവിഭാഗങ്ങൾക്കിടയിൽ വളരെ ചെറിയ വിഭാഗത്തിൻ്റെ പിന്തുണ മാത്രമേ ജമാഅത്തിനുള്ളൂ എന്ന് CPM തന്നെ പറയുന്നു. ഒരു രാഷ്ട്രീയ കൊലപാതകത്തിൻ്റെ പോലും പ്രതിപ്പട്ടികയിൽ ഒരു ജമാഅത്തുകാരനെ കാണാൻ കഴിയില്ല. അവർക്ക് ഇന്ത്യൻ ഭരണഘടനയെ അംഗീകരിക്കുന്ന ഭരണഘടനയുണ്ട്. ജനാധിപത്യപരമായും സുതാര്യവുമായാണ് ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്നത്. 2019 വരെ CPM തന്നെ പലപ്പോഴും അവരുമായി സഹകരിച്ചതാണ്. വോട്ട് വാങ്ങിയിട്ടുണ്ട്, കൊടുത്തിട്ടുണ്ട്. ജമാഅത്തെ ഇസ്ലാമി വ്യക്തമായ കാഴ്ചപ്പാടുള്ള സംഘടനയാണെന്ന് പാർട്ടി സെക്രട്ടറി ആയിരിക്കെ പിണറായി വിജയൻ പുകഴ്ത്തിയതാണ്. അവരുമായി കൂടിക്കാഴ്ച നടത്തിയ കാര്യം സമ്മതിച്ചതാണ്. ഈ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ പോലും മണ്ണാർക്കാട്, പട്ടാമ്പി നഗരസഭകളിൽ വെൽഫെയർ പാർട്ടിക്ക് വോട്ട് മറിച്ച് നൽകിയതുകൊണ്ട് ഓരോ വാർഡുകളിൽ LDF സ്ഥാനാർത്ഥികൾ യഥാക്രമം 1 വോട്ടും 0 വോട്ടും നേടുന്ന സാഹചര്യവുമുണ്ടായി. എന്നിട്ടും RSSന്റെ മറുവശമാണ് കാർബൺ കോപ്പിയാണ് ജമാഅത്തെ ഇസ്ലാമി ഹിന്ദ് എന്നൊക്കെ പറയുമ്പോൾ അത് സാമാന്യബോധമുള്ള ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്നതല്ല എന്നിവർ ചിന്തിക്കണ്ടേ? വസ്തുതകളുടെ പിൻബലമില്ലല്ലോ അതിന്. ഒരു ഉദാഹരണം പോലും ചൂണ്ടിക്കാട്ടാനില്ലല്ലോ. എവിടെയെങ്കിലും ഒരു വർഗീയ പ്രസ്താവന ജമാഅത്ത് നേതാവിൻ്റേതായി ചൂണ്ടിക്കാട്ടാനില്ലല്ലോ. ഒരു സംഭവം ഉണ്ടായിട്ടില്ലല്ലോ. ഇത് ജനങ്ങൾക്ക്, പ്രത്യേകിച്ച് മുസ്ലിങ്ങൾക്ക് എങ്ങനെ ബോധ്യപ്പെടാനാണ്? അവരെ സംബന്ധിച്ച് ബോധ്യം വരുന്ന ഒരു കാര്യമുണ്ട്. CPM ജമാഅത്തെ ഇസ്ലാമിയെ കാണുന്ന പോലെ മാത്രമേ RSSനെയും കാണുന്നുള്ളൂ എന്നാണ്. ആ ബോധ്യം കൊണ്ടാണ് അവർ ഈ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ബൂത്തിലെത്തിയത്. അതിനാൽ CPM അടുത്ത തിരഞ്ഞെടുപ്പിന് മുമ്പ് ചെയ്തു കാണിക്കേണ്ടത് RSS എന്ന ഫാസിസ്റ്റ് ഭീകര സംഘടനയെ ഞങ്ങൾ അത്ര നിസ്സാരമായിട്ടല്ല കാണുന്നത് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തലാണ്. ഇത് പറയുമ്പോൾ CPM സഖാക്കൾ എപ്പോഴും പറയുന്ന കാര്യമുണ്ട്. RSSുമായി ഏറ്റുമുട്ടി രക്തസാക്ഷിത്വം വരിച്ച സഖാക്കളെക്കുറിച്ച്, KV സുധീഷ് ഉൾപ്പെടെ. കൂടാതെ എത്രയോ പ്രദേശങ്ങളിൽ RSSനെ തനിച്ച് നേരിട്ട് അവരുടെ പ്രവർത്തനം ഇല്ലാതാക്കിയതിനെക്കുറിച്ച്. എല്ലാം ശരിയാണ്, തർക്കമറ്റ കാര്യമാണ്. പക്ഷേ എന്നിട്ടും രാജ്യത്ത് RSSന് ഏറ്റവും കൂടുതൽ ശാഖകൾ പ്രവർത്തിക്കുന്നത് ഈ കേരളത്തിലാണെന്ന് മനസ്സിലാക്കിയേ പറ്റൂ. മതനിരപേക്ഷതയുടെ വിളനിലമായ കേരള മണ്ണിനെ കാവ്യ പുതപ്പിക്കാനാണ് RSS വർഷങ്ങളായി പണിയെടുത്തുകൊണ്ടിരിക്കുന്നതെന്ന് തിരിച്ചറിഞ്ഞേ പറ്റൂ. ജമാഅത്തെ ഇസ്ലാമി ഹിന്ദിന് എന്തു കുഴപ്പമുണ്ടെങ്കിലും അത് RSSന്റെ കാർബൺ കോപ്പി അല്ലെന്ന് കേരളം പ്രഖ്യാപിച്ച തിരഞ്ഞെടുപ്പാണ് ഇതെന്ന് മനസ്സിലാക്കാനുള്ള വിനയം CPM കാണിക്കണം. ആ സമീകരണം ഹിന്ദുത്വ സംഘടനകൾക്കാണ് ആയുധമാവുകയെന്ന് ഉൾക്കൊള്ളേണ്ടി വരും. ജമാഅത്തിനെ RSSുമായി സമീകരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഏറ്റവും വലിയ അപകടം ഒരു തിരഞ്ഞെടുപ്പ് പരാജയമല്ലെന്ന് CPM തിരിച്ചറിയണം. കേരളത്തിൻ്റെ സാമൂഹിക അന്തരീക്ഷത്തെ നെടുകെ പിളർത്തുന്ന പ്രചാരണമാണത്. മുസ്ലിങ്ങൾ എത്രത്തോളം RSSനെ പേടിക്കണോ അത്ര തന്നെ ഹിന്ദുക്കൾ ജമാഅത്തിനെയും പേടിക്കണമെന്നാണ് ഫലത്തിൽ CPM പറയുന്നത്. RSS മുസ്ലിങ്ങളെ ആക്രമിക്കാൻ സാധ്യതയുള്ളതുപോലെ ജമാഅത്ത് ഹിന്ദുക്കളെ ആക്രമിക്കാൻ സാധ്യതയുണ്ട് എന്നാണ്. ഈ പ്രചാരണം എന്തുമാത്രം അപകടകരമാണെന്ന് ആലോചിക്കൂ. തുടക്കത്തിൽ പറഞ്ഞ കാര്യം ചെന്നെത്തുന്നത് ഇവിടെയാണ്.
ഇരു വർഗീയതകളെയും ഒരുപോലെ എതിർക്കണമെന്ന് പറയുന്നത് ഇവിടെയാണ് കുഴപ്പമുണ്ടാക്കുക. രാജ്യത്തെ വിഴുങ്ങാൻ വാതുറന്ന് കാത്തു നിൽക്കുന്ന RSSൻ്റെ അതേ മട്ടിൽ മുസ്ലിങ്ങൾക്കിടയിലും ഒരു സംഘടനയുണ്ടെന്ന് വരുത്തി തീർക്കുന്നതിൻ്റെ കുഴപ്പം. കേരളം ഇസ്ലാമിക തീവ്രവാദികളുടെ നാടായി മാറുകയാണെന്ന സംഘപരിവാർ നറേറ്റീവ് തന്നെയല്ലേ ഇത്? CPMൻ്റെ ഇടതുപക്ഷത്തിൻ്റെ ഈ നിലപാടുകളിലൂടെ സംഘപരിവാർ പാതി ശരിവയ്ക്കപ്പെടുകയാണ്. മുസ്ലിങ്ങളെ സംശയിക്കണമെന്ന അവരുടെ നറേറ്റീവ് സമൂഹത്തിൽ ഇതിനകം തന്നെ വളർന്നുകൊണ്ടിരിക്കുന്ന ഇസ്ലാമോഫോബിയയ്ക്ക് വളമായി മാറുകയാണ്. ഏതുതരം വർഗീയതയെയും ഒരുപോലെ എതിർക്കണമെന്ന വാദം ശക്തമായി ഉയർത്തിയത് 1987 നിയമസഭാ തിരഞ്ഞെടുപ്പിലാണ്. അന്ന് മുസ്ലിം ലീഗിനെ വർഗീയ പാർട്ടിയായി ചിത്രീകരിച്ചുകൊണ്ടുള്ള പ്രചാരണം CPMന് ഹിന്ദു വോട്ടുകൾ നേടിക്കൊടുത്തു. ഭൂരിപക്ഷ ധ്രുവീകരണത്തിലൂടെ LDF അധികാരത്തിലെത്തി. ഇന്ന് പക്ഷേ അതേ തന്ത്രം പ്രയോഗിക്കുമ്പോൾ അതിൻ്റെ ലാഭം കൊയ്യാൻ BJP ഉണ്ടെന്ന കാര്യം CPM ചിന്തിക്കുന്നില്ല എന്നാണോ മനസ്സിലാക്കേണ്ടത്? 2019 ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ശേഷമാണ് ന്യൂനപക്ഷ വർഗീയത എന്ന കാർഡ് CPM ഇറക്കിയത്. അതുവരെ സംഘപരിവാറിനെ അതിശക്തമായി വിമർശിച്ചു പോന്നിരുന്ന CPM നേതാക്കൾ തോക്കുകൾ ജമാഅത്തിന് നേർക്ക് തിരിച്ചു. അത് എന്തിനു വേണ്ടിയായിരുന്നു? മോദി പ്രഭാവത്തിൽ രാജ്യമെങ്ങും ഹിന്ദുത്വ ആശയങ്ങൾ ശക്തിപ്പെട്ടതോടെ CPM അണികൾക്കിടയിലും അതിൻ്റെ സ്വാധീനമുണ്ടായി. പാർട്ടി മുസ്ലിങ്ങളോട് മൃദു സമീപനം സ്വീകരിക്കുന്നുവെന്ന വിമർശനം ഉന്നയിച്ച് BJPയിലേക്ക് പോകുന്ന ബ്രാഞ്ച് സെക്രട്ടറിമാരും ലോക്കൽ നേതാക്കളുമുണ്ടായി. കൂടുതലും വെള്ളാപ്പള്ളി നടേശൻ എടുത്ത നിലപാടിലൂടെ സ്വാധീനിക്കപ്പെട്ട അടിസ്ഥാന ഈഴവ വിഭാഗങ്ങൾ. ഇതിനുള്ള പരിഹാരമാണ് ന്യൂനപക്ഷ വർഗീയതയെ കടന്നാക്രമിക്കുകയെന്ന സമീപനത്തിലൂടെ പാർട്ടി ലക്ഷ്യം വെച്ചത്. ന്യൂനപക്ഷ വിരോധം ഉള്ളിലുള്ള പാർട്ടി അണികളെ സന്തോഷിപ്പിക്കുക എന്ന ലക്ഷ്യം. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ഇതാണ് ലൈൻ. ഒരു വശത്ത് അയ്യപ്പ സംഗമം നടത്തി തങ്ങൾ ഹൈന്ദവ വിശ്വാസികൾക്ക് ഒപ്പമുണ്ടെന്ന് കാണിച്ചു കൊടുക്കുക, മറുവശത്ത് ന്യൂനപക്ഷ വർഗീയത എന്ന പേരിൽ ജമാഅത്തിനെ കടന്നാക്രമിക്കുക. ജമാഅത്തിനെ വിമർശിച്ചാൽ നഷ്ടപ്പെടാൻ കുറച്ചേ ഉള്ളൂ, ബാക്കി മുസ്ലിം വിഭാഗങ്ങളുടെ മുഴുവൻ പിന്തുണയും കിട്ടുമെന്നൊരു പഴഞ്ചൻ ആശയവും തോന്നിയിരിക്കണം. രാജ്യത്ത് വളർന്നു വരുന്ന ഹിംസാത്മകമായ ഫാസിസ്റ്റ് വെല്ലുവിളിയുടെ മുന്നിൽ ഈ സമീപനം മുസ്ലിം ജനവിഭാഗത്തെ ആകെ CPMൽ നിന്ന് അകറ്റാനേ കാരണമാകൂ എന്ന് പറഞ്ഞു കൊടുക്കാൻ ആ പാർട്ടിയിൽ ആരുമുണ്ടായില്ല. രാജ്യം ഭരിക്കുന്നത് ഫാസിസ്റ്റ് സർക്കാരല്ല, ഫാസിസ്റ്റ് പ്രവണതയുള്ള സർക്കാരാണ് എന്ന് ഇപ്പോഴും വിലയിരുത്തുന്ന പാർട്ടിയാണ്. ഫാസിസം എന്നാൽ യൂറോപ്പിൽ കണ്ട വിധത്തിലേ പാടുള്ളൂ എന്ന വാശിയാണ്. ജനാധിപത്യത്തിൻ്റെ വിടവുകളിലൂടെ ഫാസിസം അരിച്ചു കയറുന്നത് അവർക്കൊരിക്കലും മനസ്സിലാകില്ല. ഇലക്ടറൽ അതോറിറ്റേറിയനിസം അഥവാ തിരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിലെത്തുന്ന സർവാധിപത്യമെന്ന് അരുന്ധതി റോയ് ഇന്നത്തെ നമ്മുടെ ഭരണ സംവിധാനത്തെ വിശേഷിപ്പിക്കുന്നുണ്ട്. ആ പ്രയോഗത്തിൻ്റെ രാഷ്ട്രീയം മാർക്സിസ്റ്റുകൾക്ക് മനസ്സിലാകില്ല. അവർക്ക് ജനാധിപത്യം തന്നെ മനസ്സിലായത് വളരെ വൈകിയാണ്. അതിനാൽ ഇനിയെങ്കിലും പഠിക്കുന്നുണ്ടെങ്കിൽ CPM പഠിക്കേണ്ടത് സ്വന്തം അണികളുടെ വികാരമല്ല, ജനങ്ങളുടെ മനസ്സാണ്.